വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ജസ്ന ഫ്രാൻസിസ്. ഇന്ന് ഓണം സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഇന്നത്തെ തമിഴിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇന്നത്തെ ഒരു കിഡ്സ് വെയർ ഹാളാണ്, മീഷോ കിഡ്സ് വെയർ ഹാളാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ മീഷോയിൽ നിന്ന് കിഡ്സ് വെയർ വാങ്ങിക്കുന്നത്. ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഓണത്തിന് മാത്രമല്ല വേറെ ഫംഗ്ഷൻസിനൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം. ഈ ഒരു വൈറ്റ് കളർ ഡ്രസ്സാണ് ഫസ്റ്റ് വൺ. ഇതൊരു കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കിലാണ് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ലൊരു സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഒരു കട്ടിയുള്ളൊരു ഫാബ്രിക്കാണ് കേട്ടോ. ബട്ട് ഇത് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. ഇതിൻ്റെ ഉള്ളിൽ നല്ലൊരു ക്വാളിറ്റിയുള്ള ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഇട്ടിട്ടുണ്ടെങ്കിലൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ കിടക്കും. ഇങ്ങനെ ഒരു വൺ ഷോൾഡർ ഡ്രസ്സാണ്. ഒരു സൈഡിൽ ഇങ്ങനെ ഒരു സ്ട്രാപ്പാണ് വന്നേക്കുന്നത്. ഫ്രണ്ടിൽ നെക്ക് ഏരിയയിലായിട്ട് ഇങ്ങനെ ഒരു 4 ഭംഗിയുള്ള ഫ്ലവേഴ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ പേൾസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെയാണ് ഇത് വന്നേക്കുന്നത്. യോക്ക് പോർഷന് താഴത്തേക്ക് ഇങ്ങനെ ബോക്സ് പ്ലീറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത്. ബാക്കിലും അത് സെയിം ആയിട്ടാണ് കിടക്കുന്നത്. ഇതൊരു ആവറേജ് ക്വാളിറ്റി ഡ്രസ്സാണ്. ഈ ഒരു പ്രൈസിന് ഓക്കെ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്. ഈ ഒരു ഡ്രസ്സിൻ്റെ കൂടെ നല്ല ഭംഗിയുള്ളൊരു ഹെയർ ബാൻഡും വന്നിട്ടുണ്ട്. ഇങ്ങനെ ആ ഒരു സെയിം 2 ഫ്ലവർ വെച്ചിട്ടുള്ള ഒരു ഹെയർ ബാൻഡും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഭംഗിയിൽ കിടക്കും കേട്ടോ. ഓണത്തിന് മാത്രമല്ല ഏതെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഫംഗ്ഷൻസിനും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്. ഞാൻ വാങ്ങിച്ചത് 267 രൂപയ്ക്കാണ്. അപ്പോൾ മീഷോയിൽ ഓഫർ വേരി ചെയ്യുന്നതിനനുസരിച്ച് ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും. മിക്ക വീക്കെൻഡിലും മീഷോയിൽ സെയിൽ നടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇത് ആ ഒരു സെയിം പ്രൈസിൽ തന്നെ കിട്ടും. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ പ്രൈസ് കിടക്കുന്നത് 290 രൂപ ആ ഒരു റേഞ്ചിലാണ്. ഞാൻ ഇത് എടുത്തേക്കുന്നത് 18 to 24 മന്ത് സൈസിലാണ്. അപ്പോൾ ഇത് ഓക്കെ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. ഞാൻ യൂഷ്വലി വാവയ്ക്ക് ചെറിയ ഒരു സൈസോ അല്ലെങ്കിൽ 2 സൈസോ ചെറുതാണ് എടുക്കാറ്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ വാവന്മാരുടെയൊക്കെ വലുപ്പം അനുസരിച്ച് തന്നെ വാങ്ങിക്കാം കേട്ടോ. നിങ്ങൾ യൂഷ്വലി എടുക്കുന്ന ആ ഒരു സൈസ് തന്നെ ട്രൈ ചെയ്താൽ മതിയാവും. ക്യൂട്ടായിട്ടുള്ളൊരു ഡ്രസ്സാണ്. ട്രൈ ചെയ്ത് നോക്കുക. ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ഡ്രസ്സ് ഈ ഒരു ഡ്രസ്സാണ്. ക്യൂട്ടായിട്ടുള്ളൊരു ഡ്രസ്സാണ്. യോക്ക് പോർഷനിൽ നല്ല ക്വാളിറ്റി ഉള്ളൊരു റിബ്ഡ് ആയിട്ടുള്ളൊരു ബനിയൻ ടൈപ്പ് ക്ലോത്ത് ആണ് വന്നേക്കുന്നത്. താഴത്തേക്ക് ഇങ്ങനെ നെറ്റ് വന്നിട്ടുണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ളൊരു നെറ്റ് തന്നെയാണ്. അതിൻ്റെ അടിയിൽ ഇങ്ങനെ ലൈനിങ് വന്നിട്ടുണ്ട്. നല്ലൊരു പീച്ച് പിങ്ക് കളറിലുള്ളൊരു നെറ്റാണ് വന്നേക്കുന്നത്. ഈ ഒരു സ്ഥലത്തായിട്ട് ഇങ്ങനെ ഒരു നെറ്റിൻ്റെ ഒരു ഫ്ലവേഴ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് വാങ്ങിച്ചതിൽ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സാണിത്. നല്ല ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഞാൻ വാങ്ങിച്ചത് 370 രൂപ ആ ഒരു റേഞ്ചിലാണ്. ഇത് മൊത്തത്തിൽ നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സ് തന്നെയാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓണത്തിനൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ ബർത്ത്ഡേ ഫംഗ്ഷൻസ് അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഫംഗ്ഷൻസിനൊക്കെ ആണെങ്കിലും ഇടാൻ പറ്റുന്ന ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഡ്രസ്സാണ്. ഞാനിത് എടുത്തേക്കുന്നത് 2 to 3 ഇയർ സൈസിൻ്റെതാണ്. ഇവയ്ക്ക് ഞാൻ യൂഷ്വലി ഒരു സൈസ് കുറവാണ് എടുക്കാറ്. അപ്പോൾ ഈ 2 to 3 ഇയർ സൈസ് എന്ന് പറയുന്നത് അവളുടെ ഏജിൻ്റെ സൈസാണ്. അപ്പോൾ ഇതെന്താണെങ്കിലും കുറച്ച് ലൂസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പാവന്മാർക്ക് യൂഷ്വലി വാങ്ങുന്ന ആ ഒരു സൈസിൽ തന്നെ എടുക്കുക കേട്ടോ. പിന്നെ ഈ ഡ്രസ്സൊക്കെ എനിക്ക് ഇട്ട് കാണിക്കണമെന്നുണ്ട്. പക്ഷേ എങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ തന്നെ ഓരോ വീഡിയോയ്ക്കും ഡ്രസ്സസ് മാറുമ്പോൾ തന്നെ നല്ല കഷ്ടപ്പാടാണ്. 7 ഡ്രസ്സൊക്കെ ഒരേ ടൈമിൽ മാറിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ നിന്ന് വീഡിയോ എടുക്കുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പം അത്രയും ഭാവേനെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ട്രൈ ഓൺ വീഡിയോ തന്നെ വേണം. ഇങ്ങനെയൊരു ഹാൾസ് വേണ്ട എന്നാണെങ്കിൽ അത് നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഷോയിൽ അത്യാവശ്യം നല്ല ഡ്രസ്സസൊക്കെ ഞാൻ തിരഞ്ഞ് പിടിച്ച് വാങ്ങിച്ചിട്ട് അതിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് കാണിക്കാമല്ലോ. ഈ ഒരു ടൈപ്പ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. മീഷോയിൽ കാണുന്ന ഓണത്തിനൊക്കെ ഇടാൻ പറ്റുന്ന അത്യാവശ്യം നല്ല ഡ്രസ്സസ് എല്ലാം ഞാൻ ഒത്തിരി സ്ക്രോൾ ചെയ്ത് കണ്ടുപിടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തതൊക്കെ അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു ഡ്രസ്സ് തന്നെ ഇങ്ങനെ വൈറ്റ് ആൻഡ് പിങ്ക് കോമ്പിനേഷനിലല്ലേ. ഇതിൻ്റെ തന്നെ പല കളേഴ്സ് ഉണ്ട്. വൈറ്റ് ആൻഡ് വൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ 5-6 കളർ കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വൈറ്റ് ഫ്രോക്കാണ് നെക്സ്റ്റ് വൺ. ഒരു വൈറ്റ് നെറ്റിൽ വരുന്ന ഒരു ഫ്രോക്കാണ്. ഓണത്തിനും പാർട്ടി വെയർ ആയിട്ടും ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ്. സ്ലീവ്ലെസ് ഫ്രോക്കാണ്. ഇതിൻ്റെ യോക്ക് പോർഷനിൽ ഇങ്ങനെ ഒരു ആപ്ലിക് വർക്കാണ് വന്നേക്കുന്നത്. ഗോൾഡൻ ആൻഡ് വൈറ്റ് ത്രെഡും കൊണ്ടുള്ള ഫ്ലോറൽ ആപ്ലിക് വർക്കാണ് വന്നേക്കുന്നത്. കുറച്ച് പേൾ ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട്. 2 ലെയർ ആയിട്ട് വന്നിട്ടുള്ള ഒരു ഫ്രോക്കാണ്. ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്രോക്കാണ്. ആവറേജ് ക്വാളിറ്റിയിലാണ് വരുന്നത്. സ്ലീവിൻ്റെ ഏരിയയിൽ ഇങ്ങനെ ലൈനിങ് വരാതെ ഇങ്ങനെ ഒരു നെറ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. ട്രാൻസ്പെറൻറ്റ് ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അഡ്ജസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ വള്ളിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേറൊരു കളർ ഓപ്ഷനും കൂടി അവൈലബിൾ ആണ്, ബീച്ച് കളർ. അപ്പോൾ ഈ ഒരു 2 കളർ നമുക്ക് ഓണത്തിനൊക്കെ യൂസ് ചെയ്യാവുന്ന ടൈപ്പാണ്. നിങ്ങൾക്ക് ഈ ഒരു വൈറ്റ് കളർ ഇഷ്ടമല്ലെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഞാൻ എടുത്തേക്കുന്നത് 18 to 24 മന്ത് സൈസിലാണ്. അപ്പോൾ ഇത് അവർക്ക് പാകമാണ്. അപ്പോൾ നിങ്ങളും യൂഷ്വലി ചൂസ് ചെയ്യുന്ന ആ ഒരു സൈസിൽ തന്നെ എടുക്കാവുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് 250 രൂപയാണ്. ആ ഒരു പ്രൈസിനാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ അഫോർഡബിൾ ആയിട്ടൊരു പാർട്ടി വെയർ അല്ലെങ്കിൽ ഓണത്തിനൊക്കെ ഡ്രസ്സ് നോക്കുന്നവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.
അടുത്ത ഡ്രസ്സ് ഇതാ ഈ ഒരു ഡ്രസ്സാണ്. ക്യൂട്ടായിട്ടുള്ള അധികം ഇറക്കമൊന്നും വരാത്ത ടൈപ്പ്, ആ ഒരു മുട്ടിനും തൊട്ട് മേലെ കിടക്കുന്ന ഒരു ടൈപ്പ് ഡ്രസ്സാണ്. ഇങ്ങനെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്രിൽ ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഒരു ടിഷ്യൂ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത്. ആവറേജ് ക്വാളിറ്റി ഉള്ള ഒരു ഡ്രസ്സാണ്. നല്ല ലൈനിങ് ഒക്കെ, കോട്ടൺ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓണത്തിനൊക്കെ ഇടാൻ പറ്റുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇത് ഞാൻ 2 to 3 സൈസാണ് ചൂസ് ചെയ്തത്. ഇത് അവൾക്ക് ഫിറ്റ് ആയിട്ട് കിടക്കും. ഇതിന്റെ സ്ലീവ് ഒക്കെ ഇതാ ഇച്ചിരി ചെറുതായിട്ടാണ് വന്നിരിക്കുന്നത്, ഒത്തിരി ലൂസ് ഒന്നും അല്ല. അപ്പോൾ ഇത് 2 to 3 സൈസ് തന്നെ എടുക്കണം. ഞാൻ യൂഷ്വലി എടുക്കാറ് ഒരു സൈസ് കുറവാണ്, ബട്ട് ഇത് കറക്റ്റ് സൈസിലാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു കാൽക്കുലേഷനിൽ തന്നെ എടുക്കുക. ഈ ഒരു ഫ്രിൽ ഡീറ്റെയിലിങ് ബാക്കിലേക്കും വരുന്നുണ്ട്. എന്നിട്ട് ഫ്രണ്ടിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ളൊരു എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് പോയിട്ടുണ്ട്. ബാക്കിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇത് വർക്കൊക്കെ കണ്ടിട്ട് എനിക്ക് കളർ സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ചിട്ട് വാഷ് ചെയ്യുക. ജസ്റ്റ് ഒരു ജെന്റിൽ വാഷ് ചെയ്തെടുക്കാൻ ട്രൈ ചെയ്യുക കേട്ടോ. ഈ ഒരു ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് 237 രൂപയ്ക്കാണ്. ആ ഒരു അഫോർഡബിൾ പ്രൈസിനാണ് ഈ ഒരു ഡ്രസ്സ് വാങ്ങിച്ചത്. അപ്പം വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവറേജ് ക്വാളിറ്റിയിൽ വരുന്ന കുഴപ്പമില്ലാത്തൊരു ഡ്രസ്സാണ്. ഇതൊരു കസവ് ഡ്രസ്സാണ്, ഒരു സ്ലീവ്ലെസ് ഡ്രസ്സാണ്. ഓണത്തിനൊക്കെ ഇടാൻ പറ്റിയ, ഓണത്തിൻ്റെ തന്നെ ഡ്രസ്സാണെന്ന് പറയാം. ഓണം അതുപോലെയുള്ള ഫംഗ്ഷൻസിനൊക്കെ ഇടാൻ പറ്റിയൊരു ഡ്രസ്സാണ്. ഇങ്ങനെ ഒരു ചെക്ക് ഫാബ്രിക്കിലാണ് വന്നേക്കുന്നത്. താഴെയായിട്ട് ഇങ്ങനെ ഒരു കസവ് ഡീറ്റെയിലിങ്ങും പോയിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ ഇങ്ങനെ ചെക്ക് ഡീറ്റെയിലിംഗ് ആണ് വന്നേക്കുന്നത്. ഓഫ് വൈറ്റ് കളറിൽ ഓണത്തിൻ്റെ സെയിം നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു മെറ്റീരിയലിൽ തന്നെയാണ് വന്നേക്കുന്നത്. സ്ലീവ്ലെസ് ഡ്രസ്സാണ്. എന്നിട്ട് മുകളിൽ ഇങ്ങനെ ഒരു ടൈ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ടൈ ചെയ്യാൻ യൂസ് ചെയ്തേക്കുന്ന വള്ളി എനിക്ക് അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല, ബട്ട് ഓക്കെ ആണ് കേട്ടോ. ഈ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ഒരു കളറാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. ഭയങ്കര ഒരു ഗോൾഡ് കളറിലാണ് ഈ ഒരു വള്ളി വന്നേക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഒരു സ്ലീവ്ലെസ് ഡ്രസ്സാണ്. താഴത്തേക്ക് യോക്ക് പോർഷൻ്റെ താഴത്തേക്ക് പ്ലീറ്റ്സ് ആണ് വന്നേക്കുന്നത്. ബാക്കിലും അത് സെയിം തന്നെ. അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ വള്ളിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എടുത്തേക്കുന്നത് 1 to 2 ഇയേഴ്സ് സൈസിൻ്റെ ആണ്. ഇത് കറക്റ്റ് ഫിറ്റ് ആയിരിക്കും അവർക്ക്. നിങ്ങളും യൂഷ്വലി വാങ്ങിക്കുന്ന ആ ഒരു സൈസ് ചാർട്ടിൽ തന്നെ ഇത് വാങ്ങിക്കുക കേട്ടോ. ഫ്രണ്ടിൽ ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള ഒരു ബോയ് ഒക്കെ വന്നിട്ടുള്ള ടൈപ്പ് ഒരു ഡ്രസ്സാണ്. ഓണത്തിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്. ഇത് വാങ്ങിച്ചേക്കുന്നത് 307 രൂപ. ആ ഒരു റേഞ്ചിലാണ് വാങ്ങിച്ചേക്കുന്നത്. ആ ഒരു പ്രൈസിനൊക്കെ നല്ലൊരു ഡ്രസ്സ് തന്നെയാണ്. നിങ്ങൾക്കിത് ചൂസ് ചെയ്യാം. ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ കിടക്കുന്നത് 340 രൂപ സംതിങ് ആണ്. ബട്ട് ഓഫർ വേരി ചെയ്യുന്നതിനനുസരിച്ച് എപ്പോഴും ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോകുന്ന ഒരു ഡ്രസ്സാണ്. അപ്പോൾ അഥവാ ഇനി ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെങ്കിൽ നിങ്ങളൊന്ന് വിഷ് ലിസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അടുത്ത ഡ്രസ്സ് ഇതാ ഈ ഒരു ഡ്രസ്സാണ്. ഇതും ഇപ്പം ഞാൻ കാണിച്ച ആ ഒരു സെയിം ബ്രാൻഡിൻ്റെ തന്നെ ഒരു ഡ്രസ്സാണ്. സ്ലീവ്ലെസ് ഡ്രസ്സ് വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾക്ക് സ്ലീവ് ഉള്ള ഒരു ഡ്രസ്സ് ഇതാ ട്രൈ ചെയ്യാം. യോക്ക് പോർഷൻ്റെ താഴത്തേക്ക് ഇങ്ങനെ പ്ലീറ്റ്സ് ആണ് വന്നേക്കുന്നത്. ബാക്കിലും സെയിം തന്നെ ഇങ്ങനെ ടൈ ചെയ്യാനൊരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു സെയിം വള്ളി തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഫ്രണ്ടിൽ ഇങ്ങനെ ക്യൂട്ടായിട്ട് ഒരു ബോയൊക്കെ വരുന്നുണ്ട്. ഇതും ഞാൻ എടുത്തേക്കുന്നത് സെയിം സൈസിലാണ്. 1 to 2 ഇയേഴ്സ് സൈസിൻ്റെ ആണ്. ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ് വന്നേക്കുന്നതിൽ ഈ വേസ്റ്റ് ഏരിയ ഒക്കെ കുറച്ച് ഫിറ്റിലാണ് കിടക്കുക. അപ്പോൾ ഇത് നിങ്ങൾ യൂഷ്വലി എടുക്കുന്നതിനേക്കാളും ഒരു സൈസ് കൂടുതൽ എടുത്ത് ട്രൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ ബെറ്റർ. ഇതിന്റെ പ്രൈസ് വരുന്നത് 418 രൂപയാണ്. ആ ഒരു പ്രൈസിന് ബോത്ത് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഒന്നും അല്ല കേട്ടോ. ഇത് ഒരു ആവറേജ് ക്വാളിറ്റി, ബിലോ ആവറേജ് ക്വാളിറ്റി വരുന്ന ഒരു ഡ്രസ്സാണെന്ന് ഞാൻ പറയും. അപ്പോൾ ഇങ്ങനെ ഒരു കസവ് ഡ്രസ്സ് നോക്കി നിൽക്കുന്നവർക്ക് ഇതിന് മുന്നേ ഞാൻ കാണിച്ച ആ ഒരു സ്ലീവ്ലെസ് ഡ്രസ്സില്ലേ, അത് ട്രൈ ആവുന്നതാണ്. അത് ആ ഒരു പ്രൈസിന് നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സ് തന്നെയാണ്. അടുത്ത ഡ്രസ്സ് ഇതാ ഈ ഒരു വൈറ്റ് കളർ ഡ്രസ്സാണ്. ഇതൊരു ഓഫ് വൈറ്റും നോർമൽ വൈറ്റും ഒന്നും അല്ല. ഇതൊരു ഉജാല വൈറ്റ് കളറിൽ വരുന്ന ഒരു ഡ്രസ്സാണ്. ഇങ്ങനെ ഒരു കോളേർഡ് പാറ്റേൺ ആണ് വരുന്നത്. ഒരു നീ ലെങ്ത്തിലാണ് ഇതിന്റെ സ്ലീവ് വരുന്നത്. എന്നിട്ട് യോക്ക് ഏരിയയിൽ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മൾട്ടി കളർ ത്രെഡും കൊണ്ട് എംബ്രോയിഡറി പോയിട്ടുണ്ട് കേട്ടോ. താഴത്തേക്ക് ഇങ്ങനെ ഫ്ലെയർഡ് ആയിട്ടാണ് കിടക്കുന്നത്. ആവറേജ് ക്വാളിറ്റി ഉള്ള ഒരു കോട്ടൺ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. ബാക്കിലും ആ ഒരു സെയിം കട്ടിങ് തന്നെയാണ് വരുന്നത്. ഫ്രണ്ടിൽ ഇങ്ങനെ ബട്ടൺ ഓപ്പണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഓപ്പൺ ചെയ്യാവുന്ന ബട്ടൺ ആണ്. അപ്പോൾ ഇടാനൊക്കെ കംഫർട്ടബിൾ ആയിരിക്കും. ഇതിന്റെ പ്രൈസ് വരുന്നത് 242 രൂപയാണ്. ആ ഒരു പ്രൈസിനൊക്കെ ഓക്കെ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഓണത്തിനാണെങ്കിലും ക്യാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്. നിങ്ങൾ യൂഷ്വലി എടുക്കുന്ന ആ ഒരു സെയിം സൈസിൽ തന്നെ ട്രൈ ആവുന്നതാണ്. ഞാനിത് എടുത്തേക്കുന്നത് 18 to 24 മന്ത്സ് സൈസിലാണ്. ഇത് ഓക്കെയാണ്. ഞാൻ യൂഷ്വലി എടുക്കുന്ന ആ ഒരു സൈസിൽ തന്നെയാണ് എടുത്തത്. ഇത് ഓക്കെയാണ് കേട്ടോ. അടുത്ത ഡ്രസ്സ് ഇതാണ്. ഇതും ഒരു സെയിം വൈറ്റ് കളറിൽ വരുന്ന ഒരു ഡ്രസ്സാണ്. ഒരു ഉജാല വൈറ്റ് കളറിലാണ് വരുന്നത്. ഒരു കൈൻഡ് ഓഫ് ഹക്കോബ മെറ്റീരിയൽ ആണ്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഒന്നുമല്ല, ഒരു ആവറേജ് ക്വാളിറ്റിയിൽ വരുന്ന ഒരു ഹക്കോബ മെറ്റീരിയൽ ആണ്. ഇതിന്റെ സ്റ്റിച്ചിങ് ആണ് നല്ല ഭംഗിയായിട്ടുള്ളത്. ഇതിന്റെ ഈ ഒരു ഫ്രണ്ട് പോർഷനിലേക്കാളും ഭംഗിയായിട്ട് കിടക്കുന്നതിന്റെ ബാക്ക് പോർഷൻ ആണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു.
ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ബട്ടൺ ഡീറ്റെയിലിംഗ് വരുന്നതിനേക്കാളും ഭംഗിയായിട്ട് കിടക്കുന്ന പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ ഈ ഒരു ബാക്ക് പോർഷൻ ആണ് കേട്ടോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അഡ്ജസ്റ്റ് ചെയ്യാനിതാ ഇങ്ങനെ വള്ളിയും ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ യൂഷ്വലി എടുക്കുന്ന ആ ഒരു സെയിം സൈസിൽ തന്നെ ചൂസ് ചെയ്യാവുന്നതാണ്. ബാക്കിൽ ഇങ്ങനെ സിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ലൈനിങ് ഇല്ലാണ്ട് ഇത് ഇടേണ്ട വരും. ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ട് തോന്നിയത് ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ് മാത്രമാണ്. ബാക്കി എനിക്ക് ഇതിൻ്റെ മെറ്റീരിയൽ ഒന്നും അങ്ങനെ ഇഷ്ടമായില്ല. അപ്പം ഈ ഒരു പ്രൈസിന് ഇത് ഓക്കെ ആണെന്ന് പറയും. 220 രൂപ പ്രൈസിലാണ്. അപ്പോൾ വേണ്ടവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡ്രസ്സസിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ. മീഷോ കിഡ്സ് വെയർ ഡ്രസ് ഹാള് ഇനിയും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലെ ഓണം കളക്ഷൻസ് ഒരുപാട് വരുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.